തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയകൾ മുടങ്ങി. ടെൻഡുകൾ തീർന്നതോടെയാണ് ശസ്ത്രക്രിയ പ്രതിസന്ധിയിലായത്. കുടിശ്ശിക നൽകാത്തതിനാൽ സ്ഥാപനങ്ങൾ വിതരണം നിർത്തിവെച്ചിരുന്ന വിവരങ്ങളുമായി ടിൻഡു ഇത് ആദ്യമായല്ല ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് വലിയ കുടിശ്ശികകൾ വരുന്നു. അവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകുന്നില്ല, മരുന്നുകൾ നൽകുന്നില്ല. അങ്ങനെ വലിയ വലിയ പ്രതിസന്ധി അങ്ങനെ തുടർക്കഥയാകുകയാണ്. ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ പോലും നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായും ഉമേഷ, ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തതാണ്. ശനിയാഴ്ച വരെയുള്ള സ്റ്റെൻറ്റുകൾ മാത്രമാണ് ആശുപത്രികളുടെ പക്കലുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ 19 കാത്ത് ലാബുകളിലായി 148 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് നൽകേണ്ടിയുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രമായി ഏതാണ്ട് 48 കോടിയോളം രൂപ ഇത്തരത്തിൽ നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയകൾ മുടങ്ങിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ശനിയാഴ്ച വരെ ഇത്തരത്തിൽ 20ഓളം സ്റ്റെൻറ്റുകൾ ആശുപത്രിയുടെ പക്കൽ ഉണ്ടായിരുന്നു. ഇത് ഏജൻസികൾ തിരിച്ചു കൊണ്ടുപോകാത്ത സ്റ്റെൻറ്റുകളായിരുന്നു. ഈ സ്റ്റെൻറ്റുകളാണ് നിലവിൽ ഇപ്പോൾ ഈ സ്റ്റെൻറ്റുകൾ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ വരെയാണ് ശനിയാഴ്ച വരെ നടന്നത്. ഇപ്പോൾ നിലവിൽ ഇന്നലെ ഞായറാഴ്ച, ഇന്ന് തിങ്കളാഴ്ച. അപ്പോൾ ഈ 2 ദിവസമായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാത്ത് ലാബിൽ ഇത്തരത്തിലുള്ള ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് സ്റ്റെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഹൃദയ സംബന്ധമായ രോഗവുമായി എത്തുന്നവർക്ക് അടിയന്തരമായിട്ടുള്ള സർജറിക്ക് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുന്ന സമയം അത് സ്റ്റെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ ആയിരിക്കും. അത്തരം ശസ്ത്രക്രിയകൾ മുടങ്ങുക എന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻവശത്തുള്ള IDHDBയിൽ നിന്നും ഇത്തരത്തിൽ സ്റ്റെൻറ്റുകൾ വാങ്ങാനുള്ള ഒരു നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ തിരക്കിട്ട് നീങ്ങുന്നു, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തിരക്കിട്ട് നീങ്ങുന്നുണ്ട്. ഇതിനായിട്ട് അടിയന്തരമായി തന്നെ 10 കോടി രൂപ നൽകിയാൽ മാത്രമേ ഇത്തരത്തിൽ സ്റ്റെൻറ്റ് വിതരണം നടക്കുകയുള്ളൂ. 8% വിലക്കുറവിലാണ് സ്റ്റെൻറ്റുകൾ നൽകാമെന്ന് ഇവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നിലവിൽ 10 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അടിയന്തര ആവശ്യത്തിന് പെട്ടെന്നുള്ള ആവശ്യത്തിനുള്ള സ്റ്റെൻറ്റുകൾ വിതരണം ചെയ്യാമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 148 കോടിയോളം രൂപ കുടിശ്ശിക വന്നു കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബുകളിൽ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ മുടങ്ങാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെയായി ഇത് പലതവണ വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ സ്റ്റെൻറ്റുകൾ ഇല്ല, സ്റ്റെൻറ്റ് സ്റ്റോക്കില്ല, അതോടൊപ്പം തന്നെ മറ്റു ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സ്റ്റോക്കില്ല എന്നുള്ള കാര്യമൊക്കെ പലതവണ വന്നിട്ടുള്ളത്. പക്ഷേ ആരോഗ്യവകുപ്പ് ഈ കാര്യങ്ങളൊന്നും അത്ര കണ്ട രീതിയിൽ അവർ എടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം ആശുപത്രി അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം തെക്കൻ ജില്ലകളിൽ നിന്ന് തെക്ക് ഭാഗത്തുള്ള കന്യാകുമാരി ഉൾപ്പെടെ തമിഴ്നാട് കന്യാകുമാരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ വടക്കൻ മേഖലകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ചികിത്സ തേടിയെത്തുന്നൊരു ആശുപത്രി കൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഒരു ദിവസം തന്നെ ഏതാണ്ട് ആയിരക്കണക്കിന് പേർ OPയിൽ മാത്രമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചികിത്സയ്ക്കായിട്ട് മാറ്റുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അടിസ്ഥാന സൗകര്യം കാത്ത് ലാബ് അല്ലെങ്കിൽ കാത്ത് ലാബ് എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള സൗകര്യം. പെട്ടെന്നാണ് ഒരു ഹൃദയരോഗവുമായി സംബന്ധിച്ച ഒരാൾ ചികിത്സ തേടിയെത്തില്ലെങ്കിൽ അടിയന്തരമായിട്ട് ചികിത്സ കൊടുക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന ഭാഗത്ത് ആരോഗ്യവകുപ്പ് എന്താണ് ഇത്ര നിസ്സംഗത പാലിക്കുന്നതെന്ന് ഇത്ര കാലഘട്ടമായിട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത് സാധാരണക്കാരൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ സാധാരണക്കാർ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരുടെ പ്രശ്നമായതുകൊണ്ടാണോ ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് ഈ കാര്യങ്ങളിലൊക്കെ എങ്ങനെ നിസ്സംഗത പാലിക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവന്റെ പുറത്ത് ഇത്തരത്തിൽ നിസ്സംഗത പാലിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമല്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമല്ല. അങ്ങനെ വലിയ പ്രതിസന്ധി ഈ ആരോഗ്യ മേഖലയിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള എല്ലാ ആശുപത്രികളിലും അങ്ങനെ നേരിടുന്നുണ്ട്. ഇതിനൊക്കെ ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധി പെട്ടെന്ന് ബാധിക്കുക ഇത്തരം സ്ഥാപനങ്ങളെയാണ്. സർക്കാർ ആരോഗ്യവകുപ്പ് വേണ്ട പരിഗണന ഇവർക്ക് നൽകുന്നില്ല. സാധാരണക്കാരായ ആളുകളാണ് സർക്കാരിൻ്റെ യാതൊരാലയങ്ങളെയൊക്കെ സേവനം തേടിയെത്തുന്നത്. അവർക്ക് നൽകാൻ മരുന്നില്ല, ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ ആരോഗ്യമേഖലയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ആശ്വാസമാകേണ്ട ഇത്തരം കേന്ദ്രങ്ങളൊക്കെ അവരെ കൈയൊഴിയുന്നു എന്നുകൂടി പറയണം.
തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് വാർത്തകളാണ് പുറത്തു വന്നത്. ഒന്ന്, മരുന്നില്ലായ്മ തന്നെയാണ്. കാരുണ്യ വഴി നൽകുന്ന മരുന്നുകളില്ലായ്മ, അതിൽ 1000 കോടിയിലധികം രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു. ഇപ്പോൾ കാത്ത് ലാബുമായി ബന്ധപ്പെട്ട വാർത്ത, അതോടൊപ്പം തന്നെ ന്യൂറോളജി വിഭാഗങ്ങളിലെ റേഡിയോ വിഭാഗം ഡോക്ടർമാരില്ലാത്ത അവസ്ഥ. അപ്പോൾ മരുന്ന്, ശസ്ത്രക്രിയ ഉപകരണം, ഡോക്ടർമാർ, ഇത് മൂന്നുമാണ് ഒരുപക്ഷെ ഒരു ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ. ഇത് മൂന്ന് ഘടകങ്ങളും എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങളുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കാനായിട്ട് ആരോഗ്യ വകുപ്പിന് കഴിയില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പോരായ്മയുള്ളൊരു കാര്യം തന്നെയാണ്. ഡോക്ടർമാരില്ല, ഡോക്ടർമാർക്ക് അധിക ഡ്യൂട്ടി സമയം, അതോടൊപ്പം തന്നെ കാരുണ്യ മരുന്നുകളില്ല, സർക്കാരിൻ്റെ ഫാർമസികളിൽ മരുന്നുകളില്ല. പക്ഷേ ഈ മരുന്നുകളൊക്കെ പുറത്ത് പ്രൈവറ്റായിട്ട് സുലഭമായി കിട്ടുന്നുമുണ്ട്. ഒരുപക്ഷെ ഡോക്ടർ എഴുതി കൊടുക്കുന്ന ഇത്തരം മരുന്നുകൾ നമ്മൾ ഈ ആശുപത്രിക്ക് പുറത്തുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ ചെല്ലുകയാണെങ്കിൽ ആ മരുന്നുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ മനുഷ്യന് കിട്ടേണ്ട, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചികിത്സയ്ക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പരിഗണന ഒരു ഘട്ടങ്ങളിൽ പോലും ഈ ആശുപത്രികളിൽ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജനറൽ ആശുപത്രിയിലും സമാനമായ രീതി തന്നെയാണ്, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലും സമാനമായ രീതി. എന്തായാലും ആരോഗ്യ മേഖലയും ധനവകുപ്പും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതാണ് മനസ്സിലാക്കാൻ. ഉമേഷ്, ആരോഗ്യ മേഖലയിൽ ഇത്തരം പ്രതിസന്ധി എന്നും തുടർക്കഥയാകുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾ ഇടം പിടിക്കുന്ന തരത്തിലേക്ക് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികൾ അങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒക്കെ മരുന്നിൻ്റെ ബുദ്ധിമുട്ടുകൾ, മരുന്നില്ലാത്ത അവസ്ഥ, ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളില്ലാത്ത അവസ്ഥ, ശസ്ത്രക്രിയ നിർത്തിവെക്കേണ്ട അവസ്ഥ, അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കേരളത്തിൻ്റെ ആതുരാലയങ്ങൾ ഇത്തരത്തിൽ വാർത്തയിൽ നിറയുകയാണ്, പ്രതിസന്ധിയിലേക്ക് മാറുകയാണ്. സാധാരണക്കാർക്ക് കൈത്താങ്ങാവേണ്ട, ആശ്രയമാകേണ്ട കേന്ദ്രങ്ങളാണ് സർക്കാർ അനാസ്ഥ കാരണം അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണമില്ലാതെ ഇത്തരം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. ടിറ്റുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.